ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും റത്തീസ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇപ്പം ചക്കക്കണ്ടലിൻ്റെ സീസണല്ലേ, അപ്പം നമുക്ക് എല്ലാവർക്കും അതിനെ കൊണ്ടുള്ളൊരു ഡിഷ് ഉണ്ടാക്കാം. മിക്കവാറും ആൾക്കാർക്ക് അറിയുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ രീതിയിലുള്ളത് ഞാൻ പരിചയപ്പെടുത്തി തരുന്നതെന്ന് മാത്രം. അപ്പോൾ ആദ്യം തന്നെ ചക്കക്കണ്ടലിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ്, ആ മുള്ളു പോലെയുള്ള തൊലിയൊക്കെ കളഞ്ഞ ശേഷം നമുക്കിതുപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം. എന്നിട്ട് കുക്കറിലോട്ടിടുക. കുക്കറിലിട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ ഇത് നകയ്ക്ക വെള്ളം, അതായത് ഇത് മുങ്ങുന്ന രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഞാൻ 2 വിസിലാണ് എടുത്തിട്ടുണ്ടായത്. കാരണം എൻ്റേത് ചക്ക ചെറിയ ഏറ്റവും ചെറുതല്ല ചക്കക്കണ്ടൽ, കുറച്ചും കൂടി ഒന്ന് ഹാർഡായിട്ടുണ്ട്. അതായത് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ചക്ക ചുളയായിട്ട് തന്നെ വരുന്ന രീതിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അത് ഞാൻ 2 വിസിലടിച്ചിട്ടുണ്ടായിരുന്നു. ചെറുതാണെങ്കിൽ നിങ്ങൾക്ക് 1 വിസിൽ മാത്രം അടിച്ചാൽ മതി. ഇത് ഞാൻ മുന്നത്തെ വീഡിയോയിലും കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. സ്പൂണ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇതുപോലും നമുക്ക് പുറത്തേക്ക് സ്പ്രെഡ് ആവാത്ത രീതിയിൽ. പിന്നെ എൻ്റെ പച്ചക്കറി തോട്ടത്തിലെ കാന്താരി, വെള്ളക്കാന്താരി, അതിനാവുമ്പോൾ ഒരു ടേസ്റ്റ് ഭയങ്കരമാണ്. എരിവ് കുറവാണ്, പക്ഷെ അതിൻ്റെ ഒരു ഫ്ലേവർ ഭയങ്കരമായിരിക്കും അതിന് നമ്മൾ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിൽ. അപ്പം അത് കുറച്ച് പറിച്ചു. അതുപോലെ തന്നെ ഞാൻ കുറച്ച് കറിവേപ്പിലയും പറിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതും അത്യാവശ്യത്തിന് ആ സമയത്ത് മാത്രം പറിച്ചെടുക്കുന്നതാണ്. അപ്പം നമ്മളെ പച്ചക്കറി കൃഷിയിടത്തിലൊക്കെ നമ്മൾ വീട്ടിലൊക്കെ നട്ട് വളർത്തേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പില. ഇതൊക്കെ നമുക്ക് എപ്പോഴും എല്ലാ ഭക്ഷണത്തിലും വേണ്ടതാണ്. അതുകൊണ്ട് അങ്ങനെ ഇല്ലാത്തവരുണ്ടെങ്കിൽ അത് നട്ട് വളർത്താൻ വേണ്ടി ശ്രമിക്കുക. അപ്പം ഈ കറിവേപ്പില നന്നാവുന്നില്ലെങ്കിൽ കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ മുന്നത്തെ ഇട്ടിട്ടുണ്ട്, ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലെ തേങ്ങ ചിരകിയതും വെളുത്തുള്ളിയും ചെറിയ ഉള്ളിയും കാന്താരിയും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായി ചതച്ച് തേങ്ങയോട് കൂടി ചേർത്ത് വെക്കുക. അപ്പം ഇത് 2 വിസിൽ കൊണ്ട് നമുക്കിത് വെന്തിട്ടുണ്ടാവും. ആ വെന്തത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ അരിപ്പ വെച്ച് അല്ലെങ്കിൽ നമ്മളത് സ്ട്രെയിൻ ചെയ്ത് എടുത്ത ശേഷം നമ്മൾ വേറൊരു പാത്രത്തിൽ വെച്ചിട്ട് അത് ചതക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വേറെന്ന് വെച്ചാൽ നല്ലോണം പേസ്റ്റായി എടുക്കാൻ പാടില്ല. പേസ്റ്റാക്കി എടുക്കാൻ പാടില്ല. അത് നല്ല ആ ഒരു കടിക്കുന്ന രീതിയിൽ വേണം. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാത്രം കൊടുത്താൽ മതി. അതിനുശേഷം ഇതിൻ്റെ നടുക്കൊരു കുഴി ഉണ്ടാക്കിയിട്ട് വേണം അതിലോട്ട് നമ്മൾ ഈ അരപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തേങ്ങയും ഇതൊക്കെ വെച്ചിട്ട് ചതച്ചെടുത്തിട്ടില്ലേ, ആ കൂട്ട് ഇതിൻ്റെ നടുക്ക് വെച്ചിട്ട് അതൊന്ന് മൂടി കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ ചതക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഉപ്പ് ഒന്നും ക്ലിയർ ആയിട്ടില്ലെങ്കിൽ, അതായത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ തേങ്ങ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് അധികം എന്നുള്ള രീതിയിൽ തന്നെ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇത് മൂടിക്കൊടുത്ത് അടച്ച് പൊത്തി വെക്കുക. പൊത്തി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ആക്കിയാൽ മാത്രം മതി. അപ്പോൾ തന്നെ നമ്മളെ ഇത് റെഡി ആയിട്ടുണ്ട്. അതായത് ചക്കക്കണ്ടൽ വറവ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ വറവിട്ട് കൊടുക്കണം. നമുക്ക് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് വറവിട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ആദ്യം തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലോട്ട് കടുകിട്ട് പൊട്ടുന്ന സമയത്ത് നമുക്ക് അതിലേക്ക് കറിവേപ്പില, വറ്റൽമുളക്, പ്രത്യേകിച്ച് വേണ്ടതാണ് ഉഴുന്നുപരിപ്പും കൂടി അതിലോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും. അതുപോലെ തന്നെ അതിന് പ്രത്യേകിച്ചൊരു ടേസ്റ്റും ഉണ്ടാവും. അപ്പം എല്ലാവരും അതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ തന്നെ അറിയാത്തവർക്കുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇത് ഫേസ്ബുക്കിലെ കൂടിയാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.